ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭീമസേനൻ കിർമീകരനെ കൊന്ന കഥ ധൃതരാഷ്ട്ര മഹാരാജാവിന് വേണ്ടി വിതുരരാണ് പറഞ്ഞു തുടങ്ങുന്നത്. അമാനുഷിക കർമ്മാവായ ഭീമന്റെ കർമ്മം കേൾക്കണമെങ്കിൽ ഞാൻ പറയാം. ചൂതിൽ തോറ്റ് ഇവിടം വിട്ടുപോയ പാണ്ഡവന്മാർ 3 രാപ്പകൽ കൊണ്ട് കാമ്യകാരണ്യത്തിലെത്തി. കടുത്ത രാത്രിയിൽ പാതിരാത്രി ചെന്നപ്പോൾ ഘോരകർമ്മാക്കളും മനുഷ്യരെ തിന്നുന്നവരുമായ രാത്രി സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ ആ കാട്ടിൽ നിന്ന് മുനിമാരും ഇടയന്മാരും സ്ഥലം വിടാറാണ് പതിവ്. ആ പ്രദേശത്തു കൂടെ പാണ്ഡവന്മാർ ചെന്നപ്പോൾ അവിടെ വഴിമുട്ടിച്ച് ജ്വലിക്കുന്ന കണ്ണുരുട്ടി പന്തവും കയ്യിലെടുത്ത് ഒരു രാക്ഷസൻ നിൽക്കുന്നതായി കണ്ടു. അവൻ കൈകൾ നീട്ടിപ്പരത്തി വായി തുറന്ന് പാണ്ഡവന്മാരുടെ വഴി തടഞ്ഞു മുട്ടി നിന്നു. രാക്ഷസമായകൾ കാട്ടി തീയേന്തുന്ന കാർമേഘം പോലെ അവൻ അലറി. അവൻ ഘോരമായ കാറ്റുണ്ടാക്കി ധൂളികൾ പറന്ന് ആകാശം മുട്ടി. ഒരു മൈനാക പർവ്വതം പോലെ ആ വഴി അടച്ച് പാണ്ഡവരെ മുന്നിൽ അവൻ വന്നു നിന്നു. യുധിഷ്ഠിര മഹാരാജാവ് ആ രാക്ഷസന്റെ അടുത്ത് ചോദിച്ചു, അങ്ങ് ആരാണ്? ആരുടെ ആളാണ് അങ്ങ്? ഇവിടെ എന്താണ് കാര്യം? ഭവാന്റെ ഉദ്ദേശം എന്താണ്? രാക്ഷസൻ പറഞ്ഞു, ഞാൻ ഭഗന്റെ അനുജനായ കിർമീകരനാണ്. സസുഖം ഞാൻ ഈ കാമ്യവനത്തിൽ മനുഷ്യരെ കൊന്നു തിന്ന് കഴിയുകയാണ്. ഇന്നത്തെ എൻ്റെ ആഹാരത്തിൻ്റെ ഇര നിങ്ങളാണ്. ഇനി നിങ്ങൾ ആരാണെന്ന് എന്നോട് പറഞ്ഞാലും. യുധിഷ്ഠിരൻ പറഞ്ഞു, ധർമ്മരാജാവായ പാണ്ഡവനാണ് ഞാൻ. ഇതെൻ്റെ സഹോദരന്മാരാണ് ഭീമൻ, അർജുനൻ, നകുല സഹദേവന്മാർ. ഇത് ഞങ്ങളുടെ പത്നി ദ്രൗപദി. ഇത് കേട്ടപ്പോൾ കിർമീകരൻ പറഞ്ഞു, ശരി, വളരെ നന്നായി. വളരെ കാലമായി ഞാൻ വിചാരിച്ചിരിക്കുന്ന ഒരാഗ്രഹം പ്രയത്നം കൂടാതെ എന്നിലേക്കിതാ വന്നു ചേർന്നിരിക്കുന്നു. എൻ്റെ സഹോദരനായ ഭഗനെ കൊന്ന ഭീമനെ ഇതാ എൻ്റെ കയ്യിൽ കിട്ടി. ഇവനെ ഈ കാട് മുഴുവൻ അന്വേഷിച്ചിട്ടും എനിക്ക് കണ്ടെത്താനായിരുന്നില്ല. എൻ്റെ സുഹൃത്തായ ഹിഡുംബനെ കൊന്ന് ഹിഡുംബിയെയും ഇവൻ സ്വന്തമാക്കി. എൻ്റെ ജ്യേഷ്ഠനോടും എൻ്റെ സുഹൃത്തിനോടും ഞാൻ ഇന്ന് ഭീമനെ കൊന്ന് ആ കടമ നിർവഹിക്കും. അവർക്കിന്ന് പരമമായ ശാന്തിയെ ലഭിക്കും. ഉടനെ തന്നെ ഭീമസേനനും കിർമീകരനും തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുകയാണ്. ആ രാക്ഷസൻ യാതൊരു സംഭ്രമവും കൂടാതെ കത്തുന്ന തീക്കൊള്ളിയെടുത്ത് ഇടുത്തി എന്ന പോലെ ഭീമന്റെ നേർക്കെറിഞ്ഞു. ചീറിയെത്തുന്ന തീക്കൊള്ളി പോരിൽ വീരനായ വൃകോദരൻ ഇടങ്കാൽ കൊണ്ട് തട്ടി. രാക്ഷസന്റെ അടുത്തേക്ക് ചെന്ന് മരം പറിച്ചെടുത്ത് രക്ഷസും നല്ല പോലെ ഭീമനോട് എതിർക്കുന്നുണ്ട്. ഇപ്രകാരം യുദ്ധത്തിനിടയിൽ കിർമീകരൻ മോഹാലസ്യപ്പെട്ട് വീണപ്പോൾ ഭീമൻ ഒരു പശുവിനെ എന്ന പോലെ തൻ്റെ കൈ കൊണ്ട് പിടിച്ച് പൂട്ടി നിർത്തി. എന്നിട്ടും ആ രാക്ഷസൻ അവിടെ കിടന്നു പിടയുകയായിരുന്നു. അങ്ങനെ പിടയുമ്പോൾ തന്നെ ഭീമൻ പലവട്ടം തൻ്റെ കയ്യിലെടുത്തു വീശി ആ രാക്ഷസനെ. പിന്നീട് ഭീമൻ അവനെ കഴുത്തിൽ പിടിച്ച് ഞെക്കി മൃഗത്തെ കൊല്ലുന്നത് പോലെ ഞെരിച്ച് അവൻ്റെ അരക്കെട്ടിൽ ഭീമൻ മുട്ടുകുത്തി കണ്ടത്തിൽ ഞെക്കി കൺപോള കാണാത്ത വിധം രാക്ഷസൻ്റെ കണ്ണു തുറിച്ച് ദേഹം ഞെരിച്ച് നിലത്തിരുട്ടി. ഇത്രയുമായപ്പോഴേക്കും അവൻ കാലപുരിയിലേക്ക് പോയി. ധൃതരാഷ്ട്ര മഹാരാജാവേ, ഭീമൻ ഇപ്രകാരമാണ് കിർമീകരനെ വധിച്ചത്. ഞാൻ പാണ്ഡവരുടെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ വെച്ച് തന്നെ ഭീമൻ കൊന്നിട്ട ആ ഘോരമൂർത്തിയെ ഞാനും കണ്ടു. ഈ സമയത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണനും പാഞ്ചാലരും അർജുനന്റെ മറ്റൊരു ഭാര്യയായ സുഭദ്രയും അവരുടെ പുത്രനായ അഭിമന്യുവും പഞ്ചപാണ്ഡവന്മാരും ദ്രൗപദിയും വനവാസത്തിന് പോയ വിവരം അറിയുന്നത്. ഉടനെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനും പാഞ്ചാലരും കൂടെ ചേർന്ന് വനത്തിലേക്ക് പാണ്ഡവരെ കാണുവാനായി പുറപ്പെട്ടു. പാണ്ഡവന്മാരുടെ ആ അവസ്ഥ കണ്ട് ദുര്യോധനൻ്റെയും കർണൻ്റെയും ദുഷ്ടനായ ശകുനിയുടെയും ദുശാസനൻ്റെയും ചോര ഭൂമിദേവി കുടിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കോപാജലനായി കണ്ടപ്പോൾ അർജുനൻ കൃഷ്ണനെ ശാന്തനാക്കുവാൻ വേണ്ടി സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അർജുനൻ പറഞ്ഞു,
പുണ്യജനങ്ങൾക്ക് ഉചിതമായ പ്രഭാസ തടങ്ങളിൽ ചെന്ന് ഭവാൻ 1000 ദേവവത്സരം ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തതല്ലേ ഭഗവാനെ അങ്ങാണ് സൃഷ്ടിക്കും അതിൻ്റെ ഗതിക്കും കാരണമെന്ന് വ്യാസമഹർഷി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭവാൻ ക്ഷേത്രജ്ഞനും സർവഭൂതങ്ങൾക്കും ആദിത്യനുമാണ്. മധുസൂദന, തപസ്സിന് നിദാനമായിട്ടുള്ളതും കൃഷ്ണ അങ്ങാണ്. സനാതനമായ യജ്ഞൻ നീയാണ്. ഭൗമനായ നരകാസുരനെ നീ കൊന്ന് കുണ്ടലങ്ങൾ ഹരിച്ചു. കൃഷ്ണ, നീയാണ് ആദ്യം അശ്വമേധയാഗം നടത്തിയത് തുടങ്ങിയ സ്തുതികൾ കേട്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഹേ അർജുന, നീ എൻ്റെയാണ്, ഞാൻ നിൻ്റെയാണ്. എൻ്റേതെല്ലാം നിൻ്റേതുമാണ്. നിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമാണ്. നീ നരനാണെങ്കിൽ ഞാൻ നാരായണനാണ്. പിന്നീട് ദ്രൗപദിയും ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിക്കുകയാണ്. ഹേ കൃഷ്ണ, ക്ഷമയാണ് നീ എന്ന് ഋഷികൾ പറയുന്നു. പുരുഷോത്തമ, സത്യം നീയാണല്ലോ. ബ്രഹ്മശങ്കര ശക്രാദി ദേവവൃന്ദത്തെ ഭവാൻ കളിക്കോപ്പ് കൊണ്ട് ബാലകന്മാരെന്ന പോലെ വീണ്ടും വീണ്ടും കളിക്കുകയാണ്. ആകാശം നിന്റെ ശിരസിൽ വ്യാപ്തമാണ്. ഭവാന്റെ കാലടിയാൽ ഭൂമിയും വ്യാപ്തമാണ്. പ്രഭോ, നിന്റെ കുക്ഷിയാണ് ഈ ലോകങ്ങളെല്ലാം. ഭവാൻ ശാശ്വതനായ പുരുഷനാണ്. തപസ്സുകൊണ്ട് ആത്മവിത്തുക്കളായ ഋഷിമാരിൽ ഏറ്റവും മുഖ്യൻ ഭവാനെ അങ്ങാണ്. നീ ഗതിയാണ്, നീ പ്രഭുവാണ്, നീ വിഭുവാണ്, നീ ഭൂതാത്മാവാണ്. നീ എല്ലാറ്റിനും വിലസുന്നവൻ നീയാണ്. അതുകൊണ്ട് ഹേ മധുസൂദന, ഞാൻ എൻ്റെ ദുഃഖം അങ്ങയോട് പറയുന്നു. പാർത്ഥന്മാരുടെ പത്നിയായ ഞാൻ, കൃഷ്ണ സഖിയായ ഞാൻ, ദൃഷ്ടദ്യുമ്നൻ്റെ സഹോദരിയായ ഞാൻ തീണ്ടാരിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താക്കന്മാരുടെ മുൻപിൽ വെച്ച് എൻ്റെ തലമുടി പിടിച്ച് വലിച്ച് ഒറ്റ ചേല മാത്രം ഉടുത്ത് അതിൽ എൻ്റെ തീണ്ടാരിച്ചോര മുഴുവൻ പറ്റിയിട്ടും ആ ദുശാസനൻ എന്നെ ആ സഭയിലേക്ക് വലിച്ചിഴച്ച് ആ മഹാത്മാക്കളുടെ മുൻപിൽ വെച്ച് എൻ്റെ വസ്ത്രം പിടിച്ചു വലിച്ച് എന്നെ അപമാനിച്ചില്ലേ? ഭീമൻ്റെ കയ്യൂക്കുകൊണ്ട് എന്ത് കാര്യം? ആ സമയത്ത് എന്നെ രക്ഷിക്കാനായില്ലല്ലോ. ഇതിനെല്ലാം കാരണക്കാരനായ ആ ദുര്യോധനൻ ഒരു മുഹൂർത്തം ജീവിച്ചിരിക്കാൻ പാടുണ്ടോ മാധവ? 5 പാണ്ഡവന്മാർ അമ്മയോടൊത്ത് താമസിക്കുന്ന സമയത്ത് ആ ദുര്യോധനൻ അരക്കില്ലം തീക്കൊള്ളി വെച്ച് ഇവരെ വധിക്കേണ്ടതായിരുന്നില്ലേ? ഇങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയുന്ന ദ്രൗപദിയുടെ അടുത്തായി കൃഷ്ണൻ പറഞ്ഞു, ദ്രൗപദി, ഇങ്ങനെ കേഴുന്ന നിന്റെ കോപത്തിന് പാത്രമായവരുടെ ഭാര്യമാർ അർജുനാസ്ത്രങ്ങൾ ദേഹത്തിലൊക്കെ കയറി ചോരയണിഞ്ഞ് നിലത്ത് ചത്തുവീണ കാന്തരെ കണ്ട് നിശ്ചയമായും കേഴും. ഭദ്രേ, നീ വ്യസനിക്കേണ്ട. പാണ്ഡുപുത്രന്മാർക്കു വേണ്ടതൊക്കെ ഞാൻ നടത്തിക്കൊള്ളാം. ഞാൻ സത്യം ചെയ്യുന്നു, നീ രാജപത്നിയായി നിശ്ചയമായും വിളങ്ങും. കൃഷ്ണേ, ദ്രൗപദി എൻ്റെ വാക്ക് പിഴയ്ക്കുകയില്ല. അർജുനൻ പറഞ്ഞു, കരയണ്ട ദ്രൗപദി, മധുസൂദനൻ പറഞ്ഞത് നിശ്ചയമായും സംഭവിക്കും. അതിലൊട്ടും തെറ്റ് പറ്റുകയില്ല സുന്ദരി. ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, ഞാൻ ദ്രോണനെ കൊല്ലും. എൻ്റെ സഹോദരിയായ ശിഖണ്ഡി ഭീഷ്മ പിതാമഹനെ വധിക്കും. ഭീമൻ ദുര്യോധനനെ കൊല്ലും. അർജുനൻ കർണനെയും കൊല്ലും. ഇപ്രകാരം ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞപ്പോൾ രാജാക്കന്മാരെല്ലാം കൃഷ്ണനെ നോക്കി. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ദ്വാരകയിലുണ്ടായിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാടുകളൊന്നും സംഭവിക്കില്ലായിരുന്നു. ധൃതരാഷ്ട്രനും ദുര്യോധനനും ക്ഷണിച്ചില്ലായിരുന്നെങ്കിലും ഞാൻ ചൂതിൻ്റെ സന്ദർഭത്തിൽ എത്തുമായിരുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവിന് ഈ ചൂതു കളിച്ചാൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാകുക എന്ന് ഞാൻ പറഞ്ഞ് അവരെ മനസ്സിലാക്കിയിരുന്നു. ഞാൻ ദ്വാരകയിലെത്തിയപ്പോഴാണ് ഈ സംഭവിച്ച മഹാവിപത്തെല്ലാം സാത്വികി പറഞ്ഞ് കേട്ടറിഞ്ഞത്. ഉടനെ തന്നെ ഇങ്ങോട്ട് പുറപ്പെടുകയായിരുന്നു. ഭവാനെ കാണുവാനായി തിടുക്കമായി. യുധിഷ്ഠിരൻ ചോദിച്ചു, കൃഷ്ണ, ആ സമയത്ത് അപ്പോൾ അങ്ങ് എവിടെയായിരുന്നു? കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ശാല്വൻ്റെ നഗരത്തിലേക്ക് അവനെ വധിക്കുവാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അതിനുള്ള കാരണം ഞാൻ പറയാം, രാജാവേ, കേട്ടാലും. ഞാൻ ശിശുപാലനെ വധിച്ച കഥ അങ്ങേക്ക് അറിയാമല്ലോ. അതിനുശേഷം ഞാൻ അങ്ങയുടെ രാജസൂയത്തിൽ പങ്കെടുക്കാനായി അങ്ങയുടെ അഗ്രശാലയിലെത്തി. ആ സന്ദർഭം നോക്കി ശാല്വൻ ദ്വാരകയിലെത്തി അനേകം ബാലരായ വൃഷ്ണിവീരന്മാരെ കൊന്ന് വിജയിച്ച് അവൻ തിരിച്ചു പോയിരുന്നു. ശിശുപാലനെ കൊന്ന കൃഷ്ണനെ ഞാൻ കാലപുരിക്കയക്കും എന്ന് പറഞ്ഞ് എന്നെ ഓരോന്ന് പറഞ്ഞ് നിന്ദിച്ചാണ് രാജാവേ
ശാലുൻ്റെ ഗൃഹത്തിലേക്ക് പോയത്. ഉടനെ ഞാൻ കടുത്ത ക്രോധം കൊണ്ട് ശാലുൻ്റെ രാജ്യത്ത് ചെന്ന് കൊല്ലുവാൻ തന്നെ ഉറപ്പിച്ചു. ശാലുൻ്റെ രാജ്യത്ത് ചെന്ന് ശാലുവിനെ ഞാൻ പോരിന് വിളിച്ചു. കടുത്ത യുദ്ധം തന്നെ അവിടെ നടന്നു. ഹസ്തിനാപുരിയിൽ ചൂത് നടക്കുന്ന സമയത്ത് ഞാൻ ശാലുൻ്റെ രാജ്യത്ത് യുദ്ധം ചെയ്യുകയായിരുന്നു. യുദ്ധം ചെയ്ത് ഞാൻ ശാലുവിനെ വധിച്ചു. തിരിച്ച് ദ്വാരകയിലെത്തിയപ്പോഴാണ് പഞ്ചപാണ്ഡവന്മാരായ നിങ്ങളുടെ വനവാസത്തെക്കുറിച്ച് അറിഞ്ഞത്. അത് കേട്ടയുടനെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു. ഇപ്രകാരം യുധിഷ്ഠിരനോട് പറഞ്ഞ് ഭഗവാൻ മധുവൈരിയും ശ്രീമാനുമായ ആ പുരുഷോത്തമൻ പാണ്ഡവന്മാരെ അഭിവാദ്യം ചെയ്ത് പിന്മടങ്ങാനൊരുങ്ങി. കൃഷ്ണൻ സുഭദ്രയെയും അഭിമന്യുവിനെയും രഥത്തിൽ കയറ്റി പോകാനൊരുങ്ങുമ്പോൾ ദ്രൗപദി കണ്ണുനീരാൽ കൃഷ്ണനെ പൂജിച്ചു. പാഞ്ചാലനന്ദനായ ധൃഷ്ടദ്യുമ്നൻ ദ്രൗപദീപുത്രന്മാരെ തൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അവിടെയുണ്ടായിരുന്ന ബ്രാഹ്മണരെയെല്ലാം യുധിഷ്ഠിര മഹാരാജാവ് വേണ്ടവിധം ബഹുമാനിച്ച് യാത്രയാക്കി. ഹരേ കൃഷ്ണ.